എന്താണ് കെ ഫോൺ പദ്ധതി എന്ന് ഒന്ന് കേൾക്കൂ. കെ ഫോൺ പദ്ധതി ഇന്റർനെറ്റ് എല്ലാവരുടെയും അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത്, ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ഒപ്റ്റിക്കൽ ശൃംഖല വഴി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ, അതാണ് കെ ഫോൺ പദ്ധതി. ഇതിൽ ആരാണ് നടപ്പാക്കുന്നത് എന്നതുകൂടി അറിയണം. KSEB-യും KSITL-ഉമാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവ് ഏജന്റുകൾ. ഇതിൽ സർക്കാരിന് 2%, KSEB-ക്ക് 49%, KSITL-നും 49% ഓഹരി. ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഓർമ്മിക്കണം, 20 ലക്ഷത്തോളം വീടുകൾ, നിർധനരായ ആളുകൾ. ആ വീടുകളിലേക്ക് സൗജന്യമായി അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി 10 MB/s മുതൽ 1 GB/s വരെ വേഗതയിൽ ഇന്റർനെറ്റ് സൗജന്യമായി 20 ലക്ഷത്തോളം വീടുകളിൽ. പദ്ധതി എവിടെ എത്തി എന്ന് പൂർത്തീകരിക്കും. 2020 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാണ് പദ്ധതി ആദ്യം വിഭാവനം ചെയ്തത്. കോവിഡ് വന്നതോടെ പദ്ധതി തടസ്സപ്പെട്ടു. ഇതിനകം 28,000 കിലോമീറ്റർ കോൾ നെറ്റ്വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 24,000 കിലോമീറ്റർ കൂടി അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. മൊത്തം ചിലവ് 1,516.76 കോടി രൂപ. ഇതിൽ ഭൂരിഭാഗവും കിഫ്ബിക്ക് ഇപ്പോൾ കൃത്യമായി തന്നെ ലോണായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന്. ഇനി ഈ പദ്ധതി ആരുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കെ ഫോൺ പദ്ധതിയിൽ 49% ഓഹരിയും KSEB-യുടേതാണ്. അടുത്ത 49% കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITL-ന്റേതാണ്. 2% സർക്കാരിൻ്റെതും. മൊത്തത്തിൽ കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും സൗജന്യമായും മിതമായ നിരക്കിലേക്കും ഇന്റർനെറ്റ് എത്തിക്കുന്ന വിപ്ലവകരമായ പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കാൻ ഒരു കൺസോർഷ്യം കൂടി രൂപീകരിച്ചിട്ടുണ്ട്. അതും പൊതുമേഖലാ സ്ഥാപനമായ ബെല്ലിന്റെ മേൽനോട്ടത്തിൽ. ബെല്ലും ഒപ്പം റെയിൽടെല്ലുമാണ് ഈ കൺസോർഷ്യത്തിന്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. അതോടൊപ്പം 2 പ്രൈവറ്റ് പ്ലേയേഴ്സും ഈ കൺസോർഷ്യത്തിന്റെ ഭാഗമാണ്. അതായത് 52,000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കേബിളുകൾ ഇടാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ബെല്ലിന്റെ മേൽനോട്ടത്തിൽ SRIT, LS കേബിൾസ് എന്നിങ്ങനെ 2 സ്വകാര്യ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റെയിൽടെല്ലുമായി ചേർന്നുള്ള കൺസോർഷ്യം. ആ കൺസോർഷ്യമായിരിക്കും ഈ 52,000 കേബിൾ ശൃംഖലയെ പൂർണ്ണമായും മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഈ കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതെങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥയെ ബാധിക്കുന്നത് എന്നതുകൂടി അറിയണം. കെ ഫോൺ എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തില്ല എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. സമസ്ത മേഖലകളിലും വിപ്ലവകരമായ മാറ്റം കെ ഫോൺ കൊണ്ടുവരുമെന്നർത്ഥം. വിദ്യാലയങ്ങളിൽ പൂർണ്ണമായും ഓൺലൈൻ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ സൗജന്യമായ ഇന്റർനെറ്റ് സേവനം ഈ നിർധനരായിട്ടുള്ള വീടുകളിലേക്ക് എത്തുന്നുവെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഹോസ്പിറ്റലുകളിൽ ടെലിമെഡിസിൻ അടക്കമുള്ള സംവിധാനങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ ഹെൽത്തിലേക്ക് പരിപോഷിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ഇ ഫയലിംഗ് സിസ്റ്റവും ഗവേണൻസും കൂടുതൽ എളുപ്പത്തിൽ നടത്താനും ചിലവ് കുറച്ച് നടത്താനും സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കും. അത് ഏതൊക്കെ മേഖലകളിൽ ഇന്റർനെറ്റ് ആവശ്യമായിട്ടുണ്ടോ, എയർപോർട്ടുകൾ, പോർട്ടുകൾ, ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം, ഗവേണൻസ്, ഹെൽത്ത്, കൊമേഴ്സ് തുടങ്ങി സമസ്ത മേഖലകളിലും ഈ കെ ഫോൺ പദ്ധതി വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കും എന്നർത്ഥം. ഇനി ഞാനൊരു കണക്ക് പറയാം. ഈ കണക്ക് ശ്രദ്ധിച്ചു കേൾക്കേണ്ട കണക്കാണ്. ഇത്തരത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയേക്കാൾ ഒരുപക്ഷെ പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമായിരുന്നൊരു പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയണം. കാരണം ഒരു 3ാം ലോക രാജ്യത്ത് ഇത്രയുമധികം ഇന്റർനെറ്റ് പൗരാവകാശമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഒരു പ്രദേശത്ത് ഇത്രയും ലളിതമായി, ഇത്രയും മിതമായി, ഇത്രയും സൗജന്യമായി, ഇത്രയും വ്യാപകമായി ഇന്റർനെറ്റ് ഏർപ്പെടുത്തുന്നത് ഇത് ആദ്യമായിരിക്കും. കാരണം ഈ ഇന്റർനെറ്റ് സംവിധാനം കെ ഫോണിന്റെ നേതൃത്വത്തിൽ നിലവിൽ വരികയാണെങ്കിൽ എന്താണ്, ആർക്കാണ് നഷ്ടമെന്ന് ഈ കണക്കുകൾ നമ്മളോട് പറയും. നിലവിലുള്ള കണക്കുകൾ ഞാൻ ഇങ്ങനെയാണ് പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ 30,000-ഓളം സർക്കാർ ഓഫീസുകൾ ഈ കെ ഫോണിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്ന് നോക്കൂ. നിലവിൽ KSEB-ക്ക് മാത്രമായി 1000-ഓളം ഓഫീസുകളിൽ ഒരു വർഷം ഇന്റർനെറ്റ് സേവനത്തിനു വേണ്ടി 15 കോടി രൂപയാണ് മുടക്കുന്നത്. പഞ്ചായത്തുകളെയും വില്ലേജ് ഓഫീസുകളെയും കൂടെ അതിന്റെ കൂട്ടത്തിൽപ്പെടുത്തിയാൽ 40 കോടി രൂപ ഒരു വർഷം വിവിധ പഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, വില്ലേജ് ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിലെ ഇന്റർനെറ്റ് സേവനത്തിന് വേണ്ടി ഫീസായി അടയ്ക്കുന്നുണ്ട്. സിവിൽ സ്റ്റേഷനുകൾ, കളക്ടറേറ്റുകൾ, മറ്റ് ഓഫീസുകൾ തുടങ്ങിയവയെല്ലാം കൂടി നോക്കിയാൽ
20 കോടിയും 75 കോടിയും ഒരു വർഷം ഇന്റർനെറ്റ് സേവന ദാതാക്കൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ മൊത്തം കേരളത്തിലെ 30,000-ഓളം സർക്കാർ ഓഫീസുകളിലേക്കും വേണ്ടി മാത്രം 180 കോടി രൂപ ഒരു വർഷം ഇന്റർനെറ്റിന്റെ ഫീയായി, ഇന്റർനെറ്റ് ചാർജായി വിവിധ സർവീസ് ദാതാക്കൾക്ക് നമ്മൾ നൽകുന്നുണ്ടെന്നർത്ഥം. ഇതിൽ BSNL ഉണ്ട്, ഇതിൽ ACV ഉണ്ട്, ഇതിൽ GOI ഉണ്ട്, കേരള വിഷൻ ഉണ്ട്. ഇങ്ങനെ വിവിധ സ്വകാര്യ ഏജൻസികൾക്കായി 150 കോടി രൂപ സർക്കാർ ഓഫീസുകൾ ഒരു വർഷം മുടക്കുന്നുണ്ട്. KFON എത്തിയാൽ ഇത് പ്രധാനമായും ലാഭകരമായി തീരുമെന്നർത്ഥം. തീർന്നില്ല, 20 ലക്ഷം വീടുകളിലേക്ക് സൗജന്യമായി KFON ഇന്റർനെറ്റ് എത്തിക്കും. ഇങ്ങനെ KFON എത്തിയാൽ ആർക്കാണ് നഷ്ടം എന്ന് കൂടി ആലോചിക്കൂ. നിലവിൽ 199 രൂപ അടിസ്ഥാന താരിഫിൽ ഈ വീടുകളിലേക്ക് ഇന്റർനെറ്റ് എത്തുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഒരു വീട്ടിൽ 199 രൂപ എന്ന നിരക്കിൽ 20 ലക്ഷം വീടുകളിൽ 477 കോടി രൂപയ്ക്കാണ് ഈ അവസ്ഥയിൽ സ്വകാര്യ ദാതാക്കൾ ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്നത്. KFON എത്തുന്നതോടുകൂടി 477 കോടി രൂപ ആ അർത്ഥത്തിൽ അവർക്ക് നഷ്ടം വരുമെന്നർത്ഥം. ഇനി ഇതിനും അപ്പുറം ഒരു വലിയ ജനസമൂഹമുണ്ട്. 90 ലക്ഷത്തോളം വരുന്ന മിഡിൽ ക്ലാസ്സിലും ലോവർ മിഡിൽ ക്ലാസ്സിലും പെട്ട ഇന്റർനെറ്റ് ഉപയോക്താക്കൾ. ഈ 90 ലക്ഷം വീടുകളിലേക്കും KFON എത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. മിതമായ നിരക്കിൽ KFON ഇന്റർനെറ്റ് ഇവരുടെ വീടുകളിൽ എത്തിക്കുമെന്നാണ് വാഗ്ദാനം. അതായത് മാസം 100 രൂപ കൊടുത്താൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് 10 Mbps മുതൽ 1 Gbps വരെയുള്ള വേഗതയിലുള്ള ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഈ 90 ലക്ഷം വീടുകളിൽ എത്തുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനികൾക്ക് എത്രമാത്രം നഷ്ടം സംഭവിക്കുമെന്നത് കണക്ക് കൂട്ടിയെടുത്താൽ 1080 കോടി രൂപ വരുമത്. മൊത്തം സർക്കാർ ഓഫീസുകൾ 30,000-ഓളം, 20 ലക്ഷത്തോളം നിർധനരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അവരുടെ എന്റർടൈൻമെന്റിനും, 90 ലക്ഷത്തോളം വരുന്ന മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ, ഇവയെല്ലാം കൂടി ചേർത്ത് നോക്കിയാൽ 1707 കോടി രൂപയാണ് ഈ സ്വകാര്യ ദാതാക്കൾക്ക് നഷ്ടം സംഭവിക്കുക. അതായത് KFON 1707 കോടി രൂപ സ്വകാര്യ ദാതാക്കളിലേക്ക് നൽകിക്കൊണ്ടിരുന്ന ഇന്റർനെറ്റ് ഫീയെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുമെന്നർത്ഥം. അപ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളത് ആർക്ക്? അവരാണോ EDയുടെ നിഴലിൽ ഈ യുദ്ധം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. KFONനെ തകർത്താൽ ഇന്റർനെറ്റ് പൗരാവകാശമായി തീർന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള ചതിയായിരിക്കും അത് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടതും ആവശ്യം തന്നെയാണ്. വീണ്ടും എത്താം മറ്റൊരു കഥയുമായി നാളെ. നമസ്കാരം.